ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രൈം ടൈം ന്യൂസ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാസപ്പടിയിൽ ഇ.ഡി. അന്വേഷണവും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ.ഡി. കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. അന്വേഷണം. ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ.ഡിയുടെ അന്വേഷണം. CMRL, മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ്, KSCDC എന്നിവയടക്കം അന്വേഷണ പരിധിയിൽ വരും. ആരോപണ വിധേയരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടിയിലേക്കും ഏജൻസി വൈകാതെ കടക്കും. അതേസമയം കേസിൽ CBI അന്വേഷണം കൂടി വേണമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പ്രതികരിച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ.ഡിയുടെ അന്വേഷണം സ്വാഭാവികമായും SFI എൻക്വയറിയുടെ ഭാഗമായി തന്നെ വരേണ്ടതാണ്. സെക്ഷൻ 447 അനുസരിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇ.ഡിയുടെ സാന്നിധ്യം ഈ കേസ് അന്വേഷണത്തിൽ ആവശ്യമാണ്. ഇ.ഡിയുടെ മാത്രമല്ല CBIയുടെയും സാന്നിധ്യം ഈ കേസ് അന്വേഷണത്തിൽ ആവശ്യമാണ്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ SFIO നടത്തുന്ന അന്വേഷണം തുടരാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇ.ഡിയും സമാന വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ശ്രീകാന്ത്, 24, കൊച്ചി. മാസപ്പടിയിലെ ഇ.ഡി. നടപടിയിൽ രാഷ്ട്രീയ വിവാദം. ഇ.ഡി. അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് മാത്രമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. അതേസമയം ഇ.ഡി. BJPക്ക് വേണ്ടി കൂലിപ്പണി എടുക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള മാസപ്പടി വിവാദത്തിൽ ഇ.ഡി. അന്വേഷണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് വട്ടമിട്ട് പറക്കുന്നുവെന്നായിരുന്നു ഇതുവരെയുള്ള CPIMന്റെ ആരോപണം. എന്നാൽ ഇക്കുറി ഒരു പടി കൂടി കടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJPക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്നുവെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഇ.ഡിന്റെ കാര്യം കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ്. എന്നാൽ ഇ.ഡിയുടെ വരവിനെ കോൺഗ്രസ് CPIMനും BJPക്കും ഒരേപോലെ എതിരാക്കുകയാണ്. CPIMും BJPയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായുള്ള അന്വേഷണമെന്നായിരുന്നു VD സതീശന്റെ ആരോപണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ.ഡി. അന്വേഷണം എവിടെ എത്തി? ലൈഫ് മിഷൻ കൊല കേസിലെ ഇ.ഡി. അന്വേഷണം എവിടെ എത്തി? ഇ.ഡി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്. പകരം ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി. പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു. ഇ.ഡി. അന്വേഷണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നായിരുന്നു തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇ.ഡി. ഇൻസ്ട്രുമെന്റ് ഓർ CBI ഇൻസ്ട്രുമെന്റ് അവർക്ക് കോർട്ടില്ലേ? ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു, ജയിലിൽ അയക്കുന്നു. അതാരാ ചെയ്യുന്നത്? കോർട്ട് സിസ്റ്റം അല്ലേ? ഇ.ഡിയുടെ കേരളത്തിലേക്കുള്ള വരവ് തെരഞ്ഞെടുപ്പ് കളത്തിൽ UDFും NDAയും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ LDF ഉയർത്തുന്ന പ്രതിരോധം രാഷ്ട്രീയ ആകാംക്ഷയാകും. 24, തിരുവനന്തപുരം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ്. അടുത്ത മാസം 2-ാം തീയതി കൊച്ചി ഓഫീസിൽ ഹാജരാകണം. ഇ.ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡോക്ടർ തോമസ് ഐസക്. ഇ.ഡി. സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി മെയ് 21 മാറ്റിയതിനു പിന്നാലെയാണ് തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 2 കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ്. ഇത് 8-ാം തവണയാണ് തോമസ് ഐസക്കിന് ഇ.ഡി. നോട്ടീസ് അയക്കുന്നത്. അതേസമയം ഇ.ഡിയുടെ പേടിപ്പിക്കലൊക്കെ വടക്കേ ഇന്ത്യയിൽ മതിയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. അന്ന് ചെന്നില്ലെങ്കിൽ മൂക്കിപ്പൊടിയാക്കൂ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ? ഇവിടെ ആർക്കും ഇ.ഡി. പേടിയൊന്നുമില്ല കേട്ടാ. അത് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കി വെച്ചാൽ മതി. ഇ.ഡി. നടപടിക്കെതിരെ നാളെ തന്നെ കോടതിയെ സമീപിക്കാനാണ് തോമസ് ഐസക്കിന്റെ തീരുമാനം. അന്ത്യശാസന നോട്ടീസ് എന്ന തോമസ് ഐസക് തന്നെ വിശദീകരിക്കുമ്പോൾ ഇ.ഡിയുടെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. 24, പത്തനംതിട്ട. രാഹുൽ ഗാന്ധി അടുത്ത മാസം 2-ാം തീയതി വയനാട്ടിലെത്തും. 3-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം DCC നേതൃത്വം സ്ഥിരീകരിച്ചിട്ടില്ല. വയനാട്ടിലെ സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മണ്ഡലത്തിലെത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി എത്തുന്നതോടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടക കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ രാജി ഭീഷണി. കോലാർ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. മന്ത്രി KH മുനിയപ്പയുടെ മരുമകന് സീറ്റ് നൽകിയാൽ രാജിവെക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രഖ്യാപനം. സീറ്റിനായി രാജ്യസഭാംഗം L ഹനുമന്തപ്പയും രംഗത്ത്.
കോലാർ സീറ്റ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി KH മുനിയപ്പയുടെ മരുമകൻ KG ചിക്കപ്പെട്ടെണ്ണയ്ക്ക് നൽകുമെന്നാണ് ഏകദേശ ധാരണ. എന്നാൽ കുടുംബാധിപത്യം അനുവദിക്കില്ലെന്നും L ഹനുമന്തപ്പയ്ക്ക് സീറ്റ് നൽകണമെന്നുമാണ് രാജ്യഭീഷണി മുഴക്കിയവരുടെ ആവശ്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി MC സുധാകർ, MLA-മാരായ കൊതൂർ മഞ്ജുനാഥ്, KY നഞ്ചഗൌഡ, MLC-മാരായ അനിൽകുമാർ, നസീർ അഹമ്മദ് എന്നിവരാണ് രാജ്യഭീഷണിയുമായി രംഗത്തുള്ളത്. KH മുനിയപ്പ, ഹനുമന്തപ്പ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് രാജ്യഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സ്പീക്കർ UT ഖാദറിനെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകുമെന്ന് കോലാർ MLA കൊതൂർ മഞ്ജുനാഥ് പറയുന്നുണ്ട്. പ്രശ്നം ഇരുവിഭാഗങ്ങളും PCC അധ്യക്ഷൻ DK ശിവകുമാറിനെ ധരിപ്പിച്ചു. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിഷയം ഹൈക്കമാൻഡിന് വിട്ടിട്ടുണ്ട്. 24 ബംഗളൂരു. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ ഐക്യം പ്രതിസന്ധിയിൽ. സീറ്റ് വിഭജനത്തിൽ ധാരണയാകും മുൻപ് ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെയും NCP ശരത് പവാർ വിഭാഗത്തെയും ചൊടിപ്പിച്ചു. നേതാക്കൾ തമ്മിൽ വാക്പോര് രൂക്ഷമായി. മഹാവികാസ് അഘാടി സഖ്യത്തിൽ ചേരില്ലെന്ന സൂചന നൽകി VBA നേതാവ് പ്രകാശ് അംബേദ്കർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശിവസേനയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിലും തർക്കമണ്ഡലങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 17 പേരുടെ പട്ടിക ഇന്ന് പുറത്തു വന്നപ്പോൾ ഉദ്ധവ് ഒരിടത്തും പിന്നോട്ടില്ലെന്ന് വ്യക്തം. കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന സാംഗ്ലിയിൽ ഗുസ്തിതാരം ചന്ദ്രഹാർ പാട്ടീൽ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി. മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം കണ്ണുവെച്ചിരുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലവും പട്ടികയിൽ. പിന്നാലെ പൊട്ടിത്തെറിച്ച് സഞ്ജയ് നിരുപം. സഖ്യം കോൺഗ്രസിന്റെ നാശത്തിനാണെന്ന് പറഞ്ഞ നിരുപം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും ആവശ്യപ്പെട്ടു. സഖ്യത്തിൽ പാലിക്കേണ്ട മര്യാദ ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിജയ് വഡേട്ടിവാറും പറഞ്ഞു. എന്നാൽ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. സഞ്ജയ് റാവത്തിൻ്റേത് BJPയുടെ ശബ്ദമാണെന്ന് ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി വിമർശിച്ചു. റാവത്ത് ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു മറ്റൊരു നേതാവായ അരവിന്ദ് സാവന്തിന്റെ പരിഹാസം. അതേസമയം NCP മത്സരിക്കാറുള്ള മുംബൈ നോർത്ത് ഈസ്റ്റിൽ ഉദ്ധവ് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ NCP പ്രവർത്തകർ മുംബൈയിൽ പ്രതിഷേധിച്ചു. 4 സീറ്റിൽ കൂടുതൽ വേണമെന്ന തന്റെ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രകാശ് അംബേദ്കർ 8 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നീണ്ടുപോയ സീറ്റ് വിഭജന ചർച്ചകൾക്കൊടുവിലും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. അതിനിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു BJPയിൽ ചേർന്നു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. രണ്ടാം ഘട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാഹചര്യം വിലയിരുത്തി. സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പര്യാപ്തമെന്ന നിഗമനം. 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് നാളെ പ്രസിദ്ധീകരിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. നാളെ മുതൽ ഏപ്രിൽ 4 വരെ കേരളത്തിൽ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെയാണ് അവസരം. ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളുടെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അതിനിടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MP സുശീൽ റിങ്കു BJPയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏക MP BJPയിലേക്ക് പോയത് ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സൂചന നൽകി. ഇതിനു മുന്നോടിയായി ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി മടക്കി നൽകും. 24 ഡൽഹി. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിലെ അതൃപ്തിക്ക് പിന്നാലെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കാൻ CPIM സംസ്ഥാന നേതൃത്വം. ഒരു നേതാവിന് മുഴുവൻ സമയ ചുമതല നൽകി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. കയ്യാങ്കളി വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നടപടി മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു കയ്യാങ്കളിയും നടന്നിട്ടില്ലെന്നായിരുന്നു CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇന്നലെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി VN വാസവൻ സമ്മതിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ടായ വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വം. കേന്ദ്ര കമ്മിറ്റി അംഗം മത്സരിക്കുന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല സംസ്ഥാന നേതൃത്വം നേരിട്ട് ഏറ്റെടുക്കാനാണ് തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവനോട് വിശദമായ വിവരങ്ങൾ തേടിയ ശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ. ആർക്കാണ് ഏകോപന ചുമതല എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി VN വാസവൻ, KJ തോമസ്, പുത്തലത്ത് ദിനേശൻ എന്നിവരാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ചുമതല വഹിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് മാത്രം ചുമതല നൽകിയുള്ള ബദൽ സംവിധാനത്തിനാണ് പുതിയ നീക്കം. നേതാക്കളുടെ ചേരിപ്പോരിൽ ഇപ്പോൾ നടപടി വേണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്നുമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം.
ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ ചുരുക്കത്തിൽ. BJP നേതാവ് ദിലീപ് ഘോഷിനും കോൺഗ്രസ് നേതാവ് സുപ്രിയ ഷിൻഡേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. നടപടി അധിക്ഷേപ പരാമർശം നടത്തി എന്ന പരാതി. തൃശൂരിൽ 4 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ കോൺഗ്രസ് വിട്ടത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MA കൃഷ്ണനുണ്ണി ഉൾപ്പെടെയുള്ള നേതാക്കൾ. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് വിശദീകരണം തേടി. നടപടി PRDയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തു എന്ന പരാതിയിൽ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയ LDF. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായും തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നതായുമാണ് പരാതി. മറ്റൊരു വാർത്തയിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ അനിശ്ചിതകാലത്തേക്ക് തന്നെ ജയിലിലിടാൻ നീക്കമുണ്ടെന്ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ. മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയം വേണമെന്ന് ED. കെജ്രിവാൾ അയച്ച സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. EDയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചന എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. കെജ്രിവാളിനെ ഉടൻ വിട്ടയക്കണമെന്ന് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആവശ്യപ്പെട്ടു. മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സാവകാശം വേണമെന്ന EDയുടെ ആവശ്യത്തെയും കെജ്രിവാൾ എതിർത്തു. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ അയച്ച സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. പലതവണ റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്നും നാളെ കോടതിയിൽ സത്യം വെളിപ്പെടുത്തും എന്നുമാണ് കത്തിൽ. ईडी ने पिछले 2 साल में 250 से ज्यादा रेड मार ली। वो इस सो कॉल्ड शराब घोटाले का पैसा ढूंढ रहे हैं। अभी तक किसी भी रेड में एक पैसा नहीं मिला. കസ്റ്റഡിയിലിരിക്കെ കെജ്രിവാൾ ഉത്തരവിറക്കുന്നതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇന്ന് പ്രത്യേക സമ്മേളനത്തിനായി ഡൽഹി നിയമസഭ ചേർന്നതിനു പിന്നാലെ ആം ആദ്മി പാർട്ടി MLAമാർ പ്രതിഷേധിച്ചു. ഗോവയുടെ ചുമതലയുള്ള ആം ആദ്മി പാർട്ടി നേതാവ് ദീപക് സിംഗ്ലയുടെ ഡൽഹിയിലെ വസതിയിലടക്കം ED ഇന്നും പരിശോധന നടത്തി. കെജ്രിവാളിനെതിരെ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന US നിലപാടിൽ US ആക്ടിംഗ് ചീഫ് ഓഫ് മിഷൻ ഗ്ലോറിയ ബാർബനെയും വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. 24 ഡൽഹി. ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം. മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാൻ തീരുമാനം. അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശനം അനുവദിക്കാനാണ് ഇന്നു ചേർന്ന ഭരണസമിതിയുടെ തീരുമാനം. അധിക്ഷേപ പരാമർശങ്ങളിൽ സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനു പിന്നാലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തി ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിലും വൈസ് ചാൻസലർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ കലാമണ്ഡലം ഗോപി നിർദ്ദേശത്തെ പിന്തുണച്ചു. കഥകളിയിൽ പെൺകുട്ടികൾക്ക് പഠനത്തിന് അവസരം ഒരുക്കാനായെങ്കിൽ എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് അവസരം നൽകിക്കൂടാ എന്നായിരുന്നു ചോദ്യം. പിന്നാലെ മറ്റംഗങ്ങളും അനുകൂലിച്ചു. ലിംഗഭേദമന്യേ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ പറഞ്ഞു. പ്രാവീണ്യത്തെയും അഭിരുചിയെയും ആസ്പദമാക്കിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അത് പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ് ഓഡിഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ ഭേദമന്യേ ആയിരിക്കും സംഭവിക്കുക. ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ്. വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കൂടാതെ പുതിയ 3 കോഴ്സുകൾ തുടങ്ങാനും തീരുമാനിച്ചു. 24 തൃശൂർ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. ആഭ്യന്തര വകുപ്പിലെ സ്പെഷ്യൽ സെൽ DYSP നേരിട്ട് ഡൽഹിയിലെത്തിയാണ് രേഖകൾ നൽകിയത്. വെറ്റിനറി സർവകലാശാലയുടെ പുതിയ VC-ആയി ഡോക്ടർ KS അനിൽ ചുമതലയേറ്റു. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം വന്ന 17ാം ദിവസമാണ് പ്രൊഫോമ അടക്കമുള്ള രേഖകൾ സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറിയത്. സ്പെഷ്യൽ സെൽ DYSP S ശ്രീകാന്ത് നേരിട്ടാണ് രേഖകൾ നൽകിയത്. പ്രഥമ വിവര റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ നാൾ വഴി മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ. സർക്കാരിന്റെ അനാസ്ഥ പുറത്തായതോടെ ഇന്നലെ രാത്രിയാണ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ രേഖകൾ കൈമാറാൻ ചുമതലപ്പെടുത്തിയത്. ഞാൻ കൊടുത്തിട്ടുണ്ടോ? വേറൊന്നും പറയാനില്ല. എന്നാൽ രേഖകൾ കൈമാറുന്നതിലെ വീഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത്
ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത് വിവാദത്തിലായ ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് മണ്ണുത്തി വെറ്റിനറി സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ KS അനിലിനെ ഗവർണർ നിയമിച്ചത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിക്കുമെന്ന് VC-ആയി ചുമതലയേറ്റ ഡോക്ടർ KS അനിൽ പറഞ്ഞു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണറും സമാന്തരമായി നീക്കം നടത്തുന്നുണ്ട്. പ്രത്യേക സമിതിയെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ 13 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേക്ക് പിന്നാലെയാണ് നടപടി. 2019-21 ബാച്ചിലെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിനാണ് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ 13 പേർ കുറ്റക്കാരാണെന്ന് റാഗിംഗ് വിരുദ്ധ സമിതി കണ്ടെത്തിയിരുന്നു. പിന്നാലെ 13 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് 2 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല സ്റ്റേ നേടി. നിയമോപദേശം തേടിയതിനു ശേഷമാണ് 13 പേരുടെയും സസ്പെൻഷൻ റദ്ദാക്കിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ CITU ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾ അനുവദിക്കുന്നില്ലെന്നും ഗണേഷ് കുമാർ ഇടതു മന്ത്രിസഭയിലെ അംഗമാണെന്ന് ഓർക്കണമെന്നും മുൻ MLA KK ദിവാകരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITU പ്രതിഷേധം തുടരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനവും ഡ്രൈവിംഗ് ടെസ്റ്റുകളും പരിഷ്കരിച്ച് ഫെബ്രുവരി 21 ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് CITU പ്രതിഷേധം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. വേണ്ടിവന്നാൽ മന്ത്രിയെ വഴിതടഞ്ഞ് സമരം ചെയ്യുമെന്നും മുൻ MLA KK ദിവാകരൻ. മന്ത്രിക്ക് വളരെ സുഗമമായി കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് അടക്കം ഞങ്ങളെ യാത്ര വാഹനം അടക്കം ഞങ്ങൾക്ക് തടയേണ്ടി വരും എന്ന കാര്യം എന്താ ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, എത്രയേ ഉള്ളൂ. പോലീസിനെ കണ്ട് പേടിച്ച് തോക്ക് കണ്ട് പേടിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. ലേണേഴ്സ് ടെസ്റ്റുകളുടെ സ്ലോട്ട് 30 കുറച്ചത് പിൻവലിക്കണമെന്നും നിലവിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുത്ത് വിപുലീകരിച്ച ശേഷം പരിഷ്കാര നടപടികൾ സ്വീകരിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഏപ്രിൽ 3 ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ധർണ നടത്തും. 3ാം ഘട്ടത്തിൽ മന്ത്രിയെ തടഞ്ഞുള്ള സമരത്തിനൊരുങ്ങുകയാണ് CITU. 24 തിരുവനന്തപുരം. ഇനി ചില പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. മൂന്നാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചെന്ന റിപ്പോർട്ട് നൽകാൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം. ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. വന്യജീവി ശല്യത്തിൽ വലഞ്ഞ് ഇടുക്കിയിലെ മലയോര മേഖല. പടയപ്പയും ചക്കക്കൊമ്പനും ഉൾപ്പെടെയുള്ള കാട്ടാന ഇറങ്ങിയത് 6 ഇടങ്ങളിൽ. മൂന്നാർ തലയാറിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലെ ഉപയോഗിച്ചത് 103.86 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ FFKയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗമായി നടൻ മോഹൻലാൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ അഭിരാമിക്ക് വിട നൽകി നാട്. മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ച ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കേരള ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ 1ാം സമ്മാനം കണ്ണൂർ ആലക്കോട് സ്വദേശിക്ക്. ആലക്കോട് പരപ്പ സ്വദേശി നാസറാണ് 10 കോടി രൂപ 1ാം സമ്മാനം നേടിയ ഭാഗ്യവാൻ. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.